കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇനി കേസിലെ പ്രധാന പ്രതിയെ കസ്റ്റഡിയിലെടുക്കേ വേണ്ടു. എങ്കിൽ എന്തിനു മടിച്ചു നിൽക്കണം മാം? അറസ്റ്റ് ചെയ്യണം, അതാരായാലും. You are under arrest, Vasumati. നിങ്ങളെന്ത് തോന്നിയാസായി പറയുന്നത്? പ്ലീസ് കോപ്പറേറ്റ് വസുമതി. ഞങ്ങളുമായിട്ട് സഹകരിക്കണം. സത്യഭാമയെ രക്ഷിക്കാൻ വേണ്ടി എന്റെ അമ്മയെ പ്രതിയാക്കുന്നോ? സമ്മതിക്കില്ല ഞങ്ങള്. ആരെയും രക്ഷിക്കാൻ വേണ്ടിയല്ല, വേണ്ടത്ര തെളിവുകളുടെ അടിസ്ഥാനത്തിലാ ഞാനിവിടെ നിൽക്കുന്നത്. കൃത്യമായ തെളിവുകളും രേഖകളും ഇല്ലാതെ കേരളത്തിലെ പ്രശസ്തനായൊരു ക്രിമിനൽ അഭിഭാഷകന്റെ അമ്മയെ അറസ്റ്റ് ചെയ്യാൻ മാത്രം മണ്ടിയല്ല ശ്രീരഞ്ജിനി IPS. എങ്കിൽ പറയും, എന്താ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന തെളിവ്? വിവാഹ വാർഷികാഘോഷത്തിന് മുമ്പ് സത്യഭാമയുടെ വീട്ടിൽ വെച്ച് പ്രീതിയുടെ സീമന്തം നടന്നത് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. ഒന്ന് ഓർമ്മിച്ചെടുക്കണം വസുമതി കുഞ്ഞമ്മേ ആ സായാഹ്നം. സീമന്ത ചടങ്ങിന് ശേഷം പ്രീതിയെ അർജുനെയും സത്യഭാമയുടെ വീട്ടിൽ വിട്ടിട്ട് നിങ്ങൾ ഇവിടേക്ക് മടങ്ങി. പക്ഷേ പിന്നീട് നിങ്ങൾ അവിടേക്ക് തന്നെ വീണ്ടും തിരിച്ചു. പാതി വഴിയിൽ വെച്ച് നിങ്ങൾ സുസ്മിതയെ കണ്ടു. ഓർമ്മിക്കുന്നില്ലേ ആ കൂടിക്കാഴ്ച? പണിയെല്ലാം പാളിയല്ലോ. ഭാമാന്റെ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായി. പ്രീതിക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞിന് സത്യഭാമയുടെയും രാഘവൻ നായരുടെയും ആദ്യത്തെ കൊച്ചുമകനോ കൊച്ചുമകൾക്കോ ഒരു സമ്മാനമുണ്ട്. 1 കോടി രൂപ. സീമന്തം കഴിഞ്ഞതോടെ സത്യഭാമയും വസുമതിയും കേറിയും ഒട്ടി. പ്രീതിയെ വസുമതി സ്വീകരിച്ചതോടെ ഭാമാന്റിക്ക് ശാലിനിയോടുള്ള പിണക്കവും മാറി. ആ രോഹിത്താണെങ്കിൽ മണം പിടിച്ച് സത്യഭാമയുടെ വീട്ടുപടിക്കൽ വരെ എത്തി. ഇനി ഞാൻ അവിടെ നിൽക്കുന്നത് ബുദ്ധിയെല്ലാം തോന്നുന്നു. എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടാലോ? അമ്പലത്തിലെ ഉത്സവം ഇത്തവണ തെക്കേക്കരക്കാരല്ല, പുത്തേഴത്തുകാർ നടത്തും. പുത്തേഴത്ത് വസുമതി കുഞ്ഞമ്മ. അവര് പറഞ്ഞ റേറ്റ് എത്രയാന്ന് പറ. അതിനേക്കാളും 2-3 ലക്ഷം കൂടുതലിടും വസുമതി. ആ അമ്പല കമ്മിറ്റി കൺവീനറോടും ട്രഷററോടും എന്നെ വീട്ടിൽ വന്ന് കാണാൻ പറയും. ഒരു മിനിറ്റേ, ഞാനിപ്പോ വിളിക്കാം. എടാ വണ്ടി ഒന്ന് നിർത്തിക്കേ. മോളെ സുസ്മിതേ. ഇവരോ? എന്താ ആന്റി? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. എന്തായാലും നിന്നെ കണ്ടത് നന്നായി. അല്ല ആന്റി ഇപ്പൊ അവിടുന്ന് പോയതല്ലേ ഉള്ളൂ. എന്താ എന്തെങ്കിലും മറന്നു വെച്ചോ? അതല്ല, പ്രീതിക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ഗർഭിണിയായിരിക്കല്ലേ അവള്. കുറച്ച് കുങ്കുമപ്പൂവും ഉണക്കമുന്തിരിയും ബദാമും കുറച്ച് ഫ്രൂട്ട്സും എല്ലാം ഉണ്ട്. ഓ, ഇനി നീ ഇതങ്ങ് കൊടുത്താൽ മതി. ഇതെന്താ ആന്റി? ഇത് പ്രോട്ടീൻ പൗഡറാ. ഭക്ഷണത്തിൽ പ്രോട്ടീന്റെ കുറവുണ്ടായാലും ഇതുകൊണ്ട് പരിഹരിക്കാൻ പറ്റും.
വെള്ളത്തിലോ പാലിലോ കലക്കി കൊടുക്കാം. ആരോഗ്യമുള്ള കുഞ്ഞ് തന്നെ പിറക്കട്ടെ. അല്ല, അടുത്ത ദിവസം പ്രീതി അങ്ങ് വരില്ലേ ആന്റി? അപ്പൊ കൊടുത്താ പോരെ? നിനക്കിപ്പോ ഇത് കൊടുക്കാൻ സൗകര്യമുണ്ടോ ഇല്ലേ അത് പറഞ്ഞാ മതി. എനിക്കെന്താ ഇപ്പൊ സൗകര്യക്കുറവ്? ഞാൻ കൊടുത്തോളാം. എന്നാ ഞാൻ പോകുന്നു. ഹോസ്പിറ്റലിൽ ഒരു കസിൻ അഡ്മിറ്റ് ആയിട്ടുണ്ട്. എന്തോ ഇൻഫെക്ഷനാ, ഒന്ന് കാണണം. ശരി ആന്റി. വിട്ടോ. ₹1 കോടി കിട്ടുമെന്ന് വന്നപ്പോഴേക്കും തള്ള മറു സൈഡിലേക്ക് മറിഞ്ഞു. പ്രോട്ടീൻ പൗഡർ വെച്ചേക്കാം. ഇതെപ്പോഴെങ്കിലും ഉപകരിക്കും. എന്താ ഓർമ്മ വന്നോ വസുമതിക്ക്? ഉണ്ട്. പ്രീതിക്ക് കൊടുക്കാനായി ഒരു കിറ്റ് ഞാൻ സുസ്മിതയെ ഏൽപ്പിച്ചിരുന്നു. എന്തായിരുന്നു അതിനുള്ളിൽ? കുറച്ച് പഴങ്ങള്, ഉണക്കമുന്തിരി, ബദാം, കുങ്കുമപ്പൂവ്. പ്രോട്ടീൻ പൗഡറിന്റെ കാര്യം മറന്നോ? ആ, പ്രോട്ടീൻ പൗഡർ ഉണ്ടായിരുന്നു. അതിനെന്താ കുഴപ്പം? കുഴപ്പം അവിടെയല്ല വസുമതി. പ്രീതിയുടെ ഉള്ളിൽ ചെന്ന പായസത്തിലെ വിഷത്തിനൊപ്പം പ്രോട്ടീൻ പൗഡറിന്റെ അംശവും ഉണ്ടായിരുന്നു. സുസ്മിതേ, ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. പായസത്തിൽ സത്യഭാമ പ്രോട്ടീൻ പൗഡർ ചേർത്തിരുന്നില്ല. അതുമല്ല, വസുമതി നൽകിയ പ്രോട്ടീൻ പൗഡർ സുസ്മിത സത്യഭാമയ്ക്കോ പ്രീതിക്കോ നൽകിയിരുന്നുമില്ല. പായസത്തിൽ പ്രോട്ടീൻ പൗഡർ ചേർത്തത് താനാണെന്ന് സുസ്മിത സമ്മതിക്കുന്നുണ്ട്. അതിനുള്ള തെളിവുമുണ്ട്. പക്ഷേ പായസത്തിൽ വിഷം കലർത്തിയതായി സുസ്മിത സമ്മതിക്കുന്നില്ല. എന്നാൽ പായസത്തിൽ വിഷം ഉണ്ടായിരുന്നു താനും. മാം എന്താ പറഞ്ഞു വരുന്നത്? താൻ വിഷം ചേർക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല സുസ്മിത അത് ചെയ്തത്. വസുമതി സുസ്മിതയ്ക്ക് കൊടുത്ത പ്രോട്ടീൻ പൗഡറിനുള്ളിൽ മിക്സ് ചെയ്ത നിലയിലായിരുന്നു വിഷം. രണ്ടും കൂടി മിക്സ് ചെയ്യാൻ അന്ന് എനിക്ക് തോന്നിയത് എത്ര നന്നായി. സത്യം പറയടി. ഞാൻ പറഞ്ഞിട്ടാണ് പായസത്തിൽ നീ വിഷം കലർത്തിയത്. നിന്നെ കൊല്ലും ഞാൻ. കള്ളം പറയുന്നൊരു നായ. പിടിച്ചു മാറ്റണോ? ഇങ്ങോട്ട് വരാൻ. നിങ്ങളോട് മാറാനല്ലേ പറഞ്ഞത്? വിഷം കൊടുക്കാനൊന്നും വസുമതി ആന്റി എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ വസുമതി ആന്റി തന്ന പ്രോട്ടീൻ പൗഡർ പ്രീതിക്ക് കൊടുത്തു. അത്ര എനിക്കറിയൂ. മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? വസുമതി, ബലപ്രയോഗത്തിന് എന്നെ നിർബന്ധിക്കരുത്. എന്നൊക്കെ പ്രായമുണ്ട് നിങ്ങൾക്ക്. എന്റെ അമ്മ പ്രീതിക്കുള്ള പ്രോട്ടീൻ പൗഡർ ഇവളെ ഏൽപ്പിച്ചോണ്ട് മാത്രം എന്റെ അമ്മ എങ്ങനെ പ്രതിയാവും? ഇവൾ ആ പൗഡറിൽ വിഷം ചേർത്ത് ആയിക്കൂടെ? ഇയാള് കാര്യങ്ങൾ കുഴയ്ക്കോ? അതൊക്കെ നിങ്ങൾക്ക് കോടതിയിൽ വാദിക്കാനുള്ള പോയിന്റുകളാണ് വക്കീലെ. പക്ഷേ ഞങ്ങൾ പോലീസുകാര് പ്രതികളെ പിടിക്കുന്നത് സാഹചര്യ തെളിവുകളും അവരുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കണക്കിലെടുത്താ. പ്രീതിയുടെ സീമന്ത ചടങ്ങിന് തൊട്ടു മുമ്പ് വരെ അവളുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അച്ഛൻ അർജുനാണെന്ന് അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു വസുമതി. അതിനിടെ പ്രീതിക്ക് നേരെയുണ്ടായ പലവിധ പീഡനങ്ങൾ അർജുൻ തന്നെ വിലക്കാൻ ശ്രമിച്ചിട്ടും പ്രീതിയുടെ കുഞ്ഞിന്റെ DNA ടെസ്റ്റിന് നിർബന്ധം പിടിച്ചു വസുമതി. ഏതെങ്കിലും അമ്മ ചെയ്യുന്ന പ്രവൃത്തിയാണോ അത്? DNA ടെസ്റ്റിൽ
താൻ ആശിക്കുന്ന റിപ്പോർട്ട് കിട്ടുമെന്നായിരുന്നു വസുമതിയുടെ പ്രതീക്ഷ. പക്ഷേ ടെസ്റ്റിൽ കുഞ്ഞ് അർജുന്റേത് തന്നെയാണെന്ന് തെളിഞ്ഞപ്പോ വസുമതി അല്പം കൂടെ മുന്നോട്ട് കയറി കളിച്ചു. ടെസ്റ്റ് റിപ്പോർട്ട് മാറിയത് ലാബ് ടെക്നീഷ്യന്റെ കൈപ്പിഴയാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? ടെസ്റ്റ് റിപ്പോർട്ട് വാങ്ങാൻ പോയത് ഇവര് തനിച്ചാണ്. ഇവർക്ക് യഥാർത്ഥത്തിലുള്ള റിപ്പോർട്ട് ആവശ്യമുണ്ടായിരുന്നില്ല. അത് സംബന്ധിച്ച് നഴ്സ് സുരഭിയുടെ മൊഴി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം പച്ച കള്ളമാണ്. നാ വടക്ക് വസുമതി. സത്യഭാമ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ടും സുരഭി വസുമതിയെ ഒറ്റാതിരുന്നത് നിങ്ങളോടുള്ള ഭയം കൊണ്ട് മാത്രമാണ്. സുരഭി എന്റെ കൂട്ടുകാരിയാ വസുമതി കുഞ്ഞമ്മേ. അവള് ഞാൻ പറയുന്നതേ പറയൂ. ചതിയാണെന്നറിയാം, പക്ഷേ എനിക്കിതിൽ നൂരാൻ വേറെ വഴിയില്ല. ശാലിനി യഥാർത്ഥ DNA ടെസ്റ്റ് റിപ്പോർട്ട് കൊണ്ടുവന്നതോടെ വസുമതിക്ക് പ്രീതിയുടെ കുഞ്ഞിനെ അംഗീകരിക്കാതിരിക്കാൻ വഴിയില്ലെന്നായി. മനസ്സില്ല മനസ്സോടെ വീണ്ടും സന്തോഷം നടിച്ചു. പ്രീതിയെ സ്വീകരിച്ചു. അപ്പോഴും പ്രീതിയെ ഒഴിവാക്കാനും ആ കുഞ്ഞിനെ നശിപ്പിക്കാനുമുള്ള ഒരു ഉപായം കണ്ടെത്താൻ വെമ്പുകയായിരുന്നു ഇവരുടെ തലച്ചോറ്. ആ കുബുദ്ധിയാണ് അന്ന് വൈകിട്ട് തന്നെ വിഷം കലർത്തിയ പ്രോട്ടീൻ പൗഡറുമായി സത്യഭാമയുടെ വീട്ടിലേക്ക് തിരിക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത്. എങ്ങനെ കൃത്യം നടത്തുമെന്ന് അപ്പോഴും കൃത്യമായ ധാരണയില്ലാതിരുന്ന ഇവർക്ക് വീണ് കിട്ടിയ ഇരയാണ് സുസ്മിത. ഇല്ല, അങ്ങനെയൊന്നും അല്ല. അല്ലെങ്കിൽ പ്രീതിക്കുള്ള പ്രോട്ടീൻ പൗഡർ എന്തുകൊണ്ട് സത്യഭാമയോ പ്രീതിയെ ഏൽപ്പിച്ചില്ല? അർജുൻ, അത് നിങ്ങളുടെ കയ്യിലെങ്കിലും തരാമായിരുന്നു. പ്രോട്ടീൻ പൗഡർ നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമ്പോ നിങ്ങൾ അത് ഓർമ്മിക്കുകയും വസുമതി തന്നതാണെന്ന് പറയുകയും ചെയ്യും. സുസ്മിതയാവുമ്പോ കാര്യങ്ങൾ കുറച്ചുകൂടി സേഫാണ്. വസുമതിയെ ഇവള് സംശയിക്കയില്ല. സംശയിച്ചാൽ തന്നെ താൻ തന്നെ കുടുങ്ങുമോ എന്നുള്ള സംശയത്തിൽ അതൊന്നും തുറന്നു പറയുകയില്ല. അല്ലേ വസുമതി? ഇല്ല, ഇതെല്ലാം കള്ളമാണ്. ഇവിടെ സംഭവിച്ചതോ അത് തന്നെയാണ്. സുസ്മിതയ്ക്ക് വസുമതിയെ ആദ്യം സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ പായസത്തിൽ വിഷം കലർന്നിട്ടുണ്ടെന്ന് ഉറപ്പായ ശേഷം ആ പ്രോട്ടീൻ പൗഡറിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നറിയാൻ സുസ്മിത വസുമതിയെ കണ്ടിരുന്നു. എപ്പോ? ദിവസവും സമയമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും അത് പോലീസ് രേഖകളിൽ കൃത്യമായിട്ടുണ്ട് വസുമതി. പ്രോട്ടീൻ പൗഡറിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അക്കാര്യം പോലീസിനോട് തുറന്നു പറയാൻ ഇവരെ പ്രേരിപ്പിച്ചു സുസ്മിത. ഏതോ ഒരു ഉൾപ്രേരണയാൽ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു ഇവർ. എന്റെ അർജുന്റെ കുഞ്ഞിനെ പച്ചയ്ക്ക് കൊന്ന് തിന്നൂന്ന് പറഞ്ഞിട്ട് ഞാൻ കൂളാവണോ അല്ലേടി? ശരിയാക്കി തരാടി നിന്നെ. അഴി എണ്ണ എണ്ണിക്കൂ ഈ വസുമതി. ആന്റിക്ക് ആരെയാ ജയിലിലേക്ക് അയക്കേണ്ടത്? എന്നെയോ അതോ ഭാമാന്റെയോ? പായസത്തിൽ വിഷം ചേർത്തത് ഞാനാണെന്ന് തെളിഞ്ഞ പ്രീതിക്ക് ഭാമാന്റെയോടുള്ള പിണക്കം മാറും. രണ്ടാളും വീണ്ടും ഒന്നാവുമ്പോഴേ ആന്റി ഔട്ടാ. അർജുൻ ഇനിയും പിറക്കും കുഞ്ഞ്. നന്നായിട്ട് ആലോചിക്കും. സോറി, റോങ് നമ്പർ. ഒരിക്കലും പിടിവീഴില്ലെന്ന് വിശ്വസിച്ച ഒരു ക്രിമിനലിന്റെ ധൈര്യം. പക്ഷേ ആ പിടി ഇന്ന് വീണിരിക്കുകയാണ് വസുമതി. ഇല്ല, ഇത് ചതിയാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ടേക്ക് ഹർ. ഏട്ടാ, എന്തീ നടക്കുന്നതൊക്കെ? മോനെ. ഇല്ല മാഡം, എന്റെ അമ്മയെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല. ഏതെങ്കിലും മകൻ പറയുമോ അർജുൻ തന്റെ അമ്മ കുഴപ്പക്കാരിയാണെന്ന്?
പക്ഷെ കുറ്റവാളികളായ സ്ത്രീകളിൽ ഭൂരിഭാഗവും ആരുടെയെങ്കിലുമൊക്കെ അമ്മമാരായിരിക്കും. മാഡം, ഇതെല്ലാം നിങ്ങളുടെ അനുമാനങ്ങൾ മാത്രം. ഒപ്പം ഇവള് കെട്ടിച്ചമച്ച കള്ളക്കഥകളും. ഇതൊന്നും അങ്ങനെയല്ലെന്ന് തെളിയിക്കാൻ എനിക്ക് സാധിക്കും. പായസത്തിൽ വിഷം ചേർത്തത് കൊണ്ടാണ് പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞില്ലാതായതെന്ന് അർജുൻ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. അത് ചെയ്തത് സുസ്മിതയാണെന്നും വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. സുസ്മിതയ്ക്ക് പ്രോട്ടീൻ പൗഡർ കൊടുത്തതായി വസുമതി തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ ബാക്കി കൂടി വിശ്വസിക്കുന്നതിൽ എന്താണ് തടസ്സം? അമ്മയായതുകൊണ്ട് അല്ലേ? പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ആ തടസ്സം ഇല്ല. മരുമകളുടെ മുഖം ആസിഡ് ഒഴിച്ച് വികൃതമാക്കാൻ കൊട്ടേഷൻ കൊടുക്കാൻ കരളുറപ്പുള്ള ഒരു സ്ത്രീയുടെ മനസ്സിലെ വർഷങ്ങളായിട്ടുള്ള വിദ്വേഷവും ദേഷ്യവും ഒക്കെ ഒരു DNA ടെസ്റ്റ് റിപ്പോർട്ട് കണ്ടതുകൊണ്ട് മാത്രം മാറി മറിയോന്ന് വിശ്വസിക്കാൻ മണ്ടരല്ല ഞങ്ങൾ. കൊണ്ടുപോരെ. അമ്മ നടക്ക. അമ്മ പേടിക്കണ്ട, ഞാൻ വന്നോളാം. നടക്ക. നടക്ക്. നടക്കില്ല. ഞാൻ ചെയ്തിട്ടില്ലടാ. കേറാനാ പറഞ്ഞത്. അമ്മ തൽക്കാലം ഇവരുടെ കൂടെ ചെല്ലമ്മേ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മ ഇവരൊന്നും ചെയ്യില്ലമ്മേ. ഞാൻ പിന്നാലെ വരുന്നുണ്ട്. ഇങ്ങോട്ട് കേറാൻ. ചെല്ലമ്മേ. വരാന്ന് പറഞ്ഞില്ലമ്മേ. ചിത്രമോളെ നോക്കിക്കൊണ്ടേടാ. മോളെ ചിത്ര. ഏട്ടാ എന്തെങ്കിലും ചെയ്യേട്ടാ. അമ്മ അത് ചെയ്തിട്ടില്ല. എനിക്കറിയാം മോളെ. ചെയ്യാത്ത തെറ്റിന് അമ്മ പോലീസിന് വിട്ടുകൊടുക്കല്ലേട്ടാ. എന്തെങ്കിലും ചെയ്യ്. ഹലോ. ഈ കുട്ടിക്ക് ദേഹോപദ്രവം ഏറ്റോ? പെട്ടെന്നത് അറിഞ്ഞപ്പോ പെട്ടെന്ന് ആർക്കും അത് ഉൾക്കൊള്ളാനായെന്ന് വരില്ല. തന്റെ കുടുംബത്തിൽ ഒരു ഡ്രഗ് അഡിക്റ്റ് ഉണ്ടാവാൻ ആരും ആഗ്രഹിക്കാറുമില്ല. പക്ഷേ മിക്ക കുടുംബങ്ങളും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഇതുതന്നെയാണ്. ഇതുപോലെയുള്ള ചെറിയ കുട്ടികളാണ് കൂടുതലും ഇരകളാകുന്നു എന്നുള്ളതാണ് ഖേദകരം. സ്കൂളിലെ തുടങ്ങുന്നു. സിവിൽ സർവീസ് എക്സാം ഒക്കെ പാസ്സായതല്ലേ ഇയാള്? കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രതികരിക്കാം. സ്വന്തം കുടുംബത്തിലേക്ക് ഇത്തരം ഒരു ദുരന്തം വന്ന് കയറുമ്പോ ഒരു എക്സാമും പിന്തുണയായിട്ടുണ്ടാവില്ല ഡോക്ടർ. ജീവിത പരീക്ഷയിൽ തോറ്റുപോയ പോലെ തോന്നും. ശരിയാണ്. പക്ഷേ മയക്കുമരുന്നിന് അടിമയായ ഒരാളെ ഒരു പേഷ്യൻ്റായിട്ട് തന്നെ കാണണം നമ്മൾ. ട്രീറ്റ്മെന്റിലൂടെ അയാളെ ജീവിതത്തിലേക്ക് മടക്കി വിളിക്കണം. ഇത്തരം കേസുകളിൽ പേഷ്യൻ്റല്ല, പേഷ്യന്റിന്റെ ബന്ധുക്കളുടെ
ക്ഷമയും സഹനവുമാണ് പ്രധാനം. മയക്കുമരുന്ന് കിട്ടാത്ത വിഭ്രാന്തിയിൽ പേഷ്യന്റ് ചിലപ്പോ നമ്മളെ ആക്രമിച്ചെന്ന് വരെ വന്നേക്കാം. അതെല്ലാം ക്ഷമയോടെ നേരിടണം, പിടിച്ചു നിൽക്കണം. അത് ചെയ്യുന്നത് അവരല്ല എന്നുള്ള ബോധം ആദ്യം മനസ്സിലുറപ്പിക്കണം. പേവിഷബാധ ഏറ്റൊരാൾ സ്വന്തം അച്ഛനെയോ അമ്മയെയോ ആക്രമിച്ചെന്ന് വന്നേക്കാം. സ്വബോധത്തോടെ അല്ലല്ലോ അതൊക്കെ ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് തോന്നാം, ഒരു തെറ്റും ചെയ്യാത്ത നമുക്ക് എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു, എന്തിനാണ് ഈ പരീക്ഷണങ്ങളെന്നൊക്കെ. നമുക്കേ അത് താങ്ങാനുള്ള കരുത്തുള്ളൂ. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നെ ഇത് തന്നുവെന്ന് മനസ്സിലാക്കണം. ജീവിതം പലപ്പോഴും ജീവിച്ചു തീർക്കലല്ല, അതിജീവനം കൂടിയാണ് കുട്ടി.